പറഞ്ഞത് അതിവിടെ യഥാർത്ഥത്തിൽ ഞാൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വായിക്കുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ ഇത് സംബന്ധമായ ശരിയായ സമീപനം. വാദപ്രതിവാദങ്ങളിലൂടെ തർക്കവിതർക്കങ്ങളിലൂടെയല്ല ഇത്തരം കാര്യങ്ങളിൽ സമുദായത്തെ ബോധവൽക്കരിക്കേണ്ടത്. അവർ മുസ്ലിങ്ങളാണ് എന്ന് തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിക്ക്, എല്ലാവരും അത് സമ്മതിക്കുന്ന സ്ഥിതിക്ക്, മുസ്ലിം സഹോദരന്മാരായവരെ പരിഗണിക്കുന്ന സ്ഥിതിക്ക് ഒരു മുസ്ലിം സഹോദരനോട് ചെയ്യേണ്ട മര്യാദയും നീതിയും അവരോട് പുലർത്തിക്കൊണ്ട് അവരെ സംസ്കരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ ലഘുലേഖ പ്രസിദ്ധീകരിച്ചതിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പറയുന്നല്ലോ നിങ്ങൾ ഈ ബറേവികൾക്കും ചേരാം എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ എന്നാണ്. ബറേവികൾക്ക് മാത്രമല്ല, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിൽ അംഗമായി ചേരാവുന്നതാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അംഗീകരിക്കണമെന്നാണ്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന ഇത് സംബന്ധമായി പറയുന്നത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇക്കാര്യം ഇങ്ങനെ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഭരണഘടനയിൽ പറയുന്നത്, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിൽ അതിൻ്റെ ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ള ആർക്കും അംഗമായി ചേരാം. അങ്ങനെ സന്നദ്ധരായി മുന്നോട്ട് വരുന്ന ആരെയും അവിടെ നിലപാട് സത്യസന്ധമാണെന്ന് ബോധ്യമായാൽ അംഗമായി ചേർക്കുകയും ചെയ്യും. അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന വ്യക്തമാക്കും വിധം ജീവിക്കാമെന്നു ഉറപ്പുള്ള ഏതൊരു ഇന്ത്യക്കാരനെയും അംഗമായി സ്വീകരിക്കും എന്നർത്ഥം. ഇക്കാര്യം അതിൻ്റെ ഭരണഘടന തന്നെ ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമോ ജാതി വർഗഭേദമോ കൂടാതെ ഇന്ത്യൻ യൂണിയനിലെ ഏത് പൗരനും താഴെ വിവരിക്കുന്ന നിബന്ധനകളോടുകൂടി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിൽ അംഗമാകാവുന്നതാണ്. ഗണ്ണിക 6. അഹ്ലെ ഹദീസിനോ ബറേൽവിക്കോ ദയൂബന്ദിക്കോ കമ്മ്യൂണിസ്റ്റുകാരനോ നിരീശ്വരവാദിക്കോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ആർക്കും ജമാഅത്തെ ഇസ്ലാമിൽ അംഗമാകാമെന്ന് ഇത് വ്യക്തമാക്കുന്നു. അതിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രം. അംഗത്വത്തിനുള്ള ഒന്നാമത്തെ നിബന്ധന ഭരണഘടന ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം അതിൻ്റെ വിശദീകരണ സഹിതം ഗണ്ണിക 3 പറഞ്ഞത് അനുസരിച്ച് ഗ്രഹിച്ച ശേഷം അതുതന്നെയാണ് തൻ്റെ ആദർശമെന്ന് സാക്ഷ്യം വഹിക്കുക. ഗണ്ണിക 6 1. എന്താണ് ഗണ്ണിക 3 വിശദീകരണം? അതിവിധമാണ്. 1. അല്ലാഹു അല്ലാതെ മറ്റാരെയും രക്ഷാകർത്താവായോ കൈകാര്യകർത്താവായോ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനായോ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവനോ സങ്കടങ്ങൾ കേൾക്കുന്നവനോ സംരക്ഷിക്കുന്നവനോ സഹായിക്കുന്നവനോ ആയി ധരിക്കാതിരിക്കുക. കാരണം മറ്റാരുടെയും പക്കലും യഥാർത്ഥത്തിൽ യാതൊരു അധികാരശക്തിയും ഇല്ല തന്നെ. അപ്പോൾ തങ്ങളുടെ സഹായിയായി, തങ്ങളുടെ രക്ഷകനായി, ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവനായി, സങ്കടങ്ങൾ കേൾക്കുന്നവനായി, സംരക്ഷിക്കുന്നവനായി അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് അംഗീകരിക്കുന്ന ആളിൽ പിന്നെ എങ്ങനെയാണ് ശിർക്കുണ്ടാവുക? എങ്ങനെയാണ് അയാളിൽ ഇസ്തിഗാസയുടെ അംശമുണ്ടാവുക? എങ്ങനെയാണ് അയാളിൽ അള്ളാഹുൽ പങ്കു ചേർക്കുന്നതിന് നേരിയ അംശമെങ്കിലും ഉണ്ടാവുക? ഒരാൾ ജമാഅത്തെ ഇസ്ലാമിൽ അംഗമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന വിശദീകരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമാണെന്ന് സ്വയം തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അവർ ആ പ്രഖ്യാപിച്ച ആളുകൾ അവിധമാണെന്ന് ജമാഅത്ത് നേതൃത്വത്തിന് ബോധ്യമാവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അംഗമാക്കി ചേർക്കുക. ആ അംഗമായി ചേരുന്ന ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമായി ഒന്നാമതായി തന്നെ വിശദീകരിച്ചത് ഏതൊരു അന്ധവിശ്വാസിയെയും എല്ലാ അന്ധവിശ്വാസങ്ങളെയും മോചിപ്പിക്കുമാർ അള്ളാഹുവോട് മാത്രം സഹായം തേടുക, അവനെ മാത്രം വരമേൽപ്പിക്കുക, അവനെ മാത്രം രക്ഷകനായി കാണുക, ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവനായി അവനെ മാത്രം പരിഗണിക്കുക. അങ്ങനെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന എല്ലാ അർത്ഥത്തിലും വരമേൽപ്പിക്കാൻ സന്നദ്ധരാകുന്നവരെ മാത്രമേ ജമാഅത്ത് ഇസ്ലാമി അംഗമായി ചേർക്കുകയുള്ളൂ എന്നർത്ഥം. 2. അള്ളാഹു ഒഴിച്ച് മറ്റാരെയും ലാഭനഷ്ടങ്ങൾ ഏൽപ്പിക്കുന്നവരായി കരുതാതിരിക്കുക, മറ്റാരോടും ഭക്തി കാണിക്കാതിരിക്കുക, മറ്റാരെയും ഭയപ്പെടാതിരിക്കുക, മറ്റാരിലും തന്നെത്താൻ അർപ്പിക്കാതിരിക്കുക, മറ്റാരോടും പ്രതീക്ഷകൾ ബന്ധപ്പെടുത്താതിരിക്കുക. കാരണം സകല അധികാരങ്ങളുടെയും ഉടമസ്ഥൻ വാസ്തവത്തിൽ അള്ളാഹു മാത്രമാകുന്നു. ബറേൽവികൾക്ക് ഈ ഭരണഘടന അംഗീകരിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിൽ അംഗത്വം നൽകുന്നതിനെ ഏത് മുജാഹിദ് സുഹൃത്തുക്കാണ് എതിർക്കാൻ കഴിയുക? ബറേലിയിൽ ജമാഅത്ത് ഇസ്ലാമിൽ അംഗമായി പ്രവർത്തിക്കാമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോൾ ഏതൊരാൾക്കും ജമാഅത്ത് ഇസ്ലാമിൽ അംഗമായി പ്രവർത്തിക്കാം. പക്ഷേ അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അംഗീകരിക്കണം. ആ ഭരണഘടന ആദർശമായി പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങളോടുകൂടി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അംഗമാകാൻ പറ്റുകയുള്ളൂ. ആ വിശദീകരണത്തിൽ രണ്ടാമതായി പറഞ്ഞത് ഒന്നുകൂടി വായിക്കട്ടെ. അള്ളാഹു ഒഴിച്ച് മറ്റാരെയും ലാഭനഷ്ടങ്ങൾ ഏൽപ്പിക്കുന്നവരായി കരുതാതിരിക്കുക, മറ്റാരോടും ഭക്തി കാണിക്കാതിരിക്കുക, മറ്റാരെയും ഭയപ്പെടാതിരിക്കുക, മറ്റാരിലും തന്നെത്താൻ അർപ്പിക്കാതിരിക്കുക, മറ്റാരോടും പ്രതീക്ഷകൾ ബന്ധപ്പെടുത്താതിരിക്കുക. കാരണം സകല അധികാരങ്ങളുടെയും ഉടമസ്ഥൻ വാസ്തവത്തിൽ അള്ളാഹു മാത്രമാകുന്നു. 3. അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കാതിരിക്കുക, മറ്റാരുടെ പേരിലും നേർച്ച നേരാതിരിക്കുക. അഥവാ ഒരാൾ ജമാഅത്ത് ഇസ്ലാമിൽ അംഗമാകണമെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരുടെയും പേരിൽ നേർച്ച നേരാതിരിക്കണം.
അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കാതിരിക്കണം. മറ്റാരുടെ മുമ്പിലും തലകുനിക്കാതിരിക്കുക. ചുരുക്കത്തിൽ ബഹുദൈവ വിശ്വാസികൾ തങ്ങളുടെ ആരാധ്യരായി പുലർത്തി വരാറുള്ള യാതൊരു ഇടപാടും മറ്റുള്ളവരുമായി നടത്താതിരിക്കുക. കാരണം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹം. 4. അള്ളാഹുവോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക. മറ്റാരോടും അഭയം തേടാതിരിക്കുക. അള്ളാഹു അല്ലാതെ ആരോടും പ്രാർത്ഥിക്കാതിരിക്കുക. അതിനാൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവർക്ക്, മൊയ്തീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആളുകളോട് പ്രാർത്ഥിക്കുന്നവർക്ക് ജമാഅത്ത് ഇസ്ലാമിൽ അംഗമാകാൻ സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അംഗീകരിക്കേണ്ടതുണ്ട്. ആ ഭരണയുടെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണത്തിൽ 4-മതായി പറയുന്നത് അള്ളാഹുവോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക, മറ്റാരോടും അഭയം തേടാതിരിക്കുക, മറ്റാരെയും സഹായത്തിന് വിളിക്കാതിരിക്കുക, ശുപാർശ മുഖേന ദൈവവിധിയെ മാറ്റാൻ കഴിയുന്ന വിധം ദൈവിക നിയന്ത്രണത്തിൽ പ്രവേശനം സ്വാധീന ശക്തിയുമുള്ളവരായി ആരെയും ഗണിക്കാതിരിക്കുക. അഥവാ മൊയ്തീൻ ഷെയ്ഖിനെയോ അല്ലെങ്കിൽ ബദരീങ്ങളെയോ അതല്ലെങ്കിൽ മറ്റാരെയോ വിളിച്ചാൽ അവർ അള്ളാഹുവിൽ സ്വാധീനിച്ച് അവൻ്റെ വിധിയെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിൽ അംഗമായി ചേരുക സാധ്യമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. കഴിയുന്ന വിധം ദൈവിക നിയന്ത്രണത്തിൽ പ്രവേശനവും സ്വാധീന ശക്തിയുമുള്ളതായി ആരെയും ഗണിക്കാതിരിക്കുക. കാരണം സകലരും മലക്കുകളോ അമ്പിയാവോ ഔലിയാവോ ആരു തന്നെയാണെങ്കിലും ശരി അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിൽ അധികാരമില്ലാത്ത പ്രജകൾ മാത്രമാവുന്നു. അതിനാൽ ഔലിയാക്കൾ ഉൾപ്പെടെ ആർക്കും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേക ശുപാർശ പറയാനും അള്ളാഹിൻ്റെ വിധിയെ മാറ്റിമറിക്കാനും കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ജമാഅത്ത് ഇസ്ലാമിൽ അംഗമാകാൻ കഴിയുള്ളൂ. ഇത്തരം ആളുകൾക്ക് അംഗത്വം നൽകുന്നതിൽ എന്താണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ തെറ്റ് കാണുന്നത്, അബദ്ധം കാണുന്നത്? അവരിലാണ് പിഴവുള്ളത്. 5. അള്ളാഹു ഒഴിച്ച് മറ്റാരെയും ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനോ അധീശാധിപതിയോ ആയി കരുതാതിരിക്കുക. സ്വാധികാരപ്രകാരം കൽപ്പിക്കുവാനും നിരോധിക്കുവാനും അർഹരായി മറ്റാരെയും അംഗീകരിക്കാതിരിക്കുക. മറ്റാരെയും സ്വതന്ത്ര നിയമനിർമ്മാതാവും ശാരിയും ആയി സ്വീകരിക്കാതിരിക്കുക. ഏക അള്ളാഹുവിനുള്ളതോ അവൻ്റെ നിയമത്തിന് വിധേയമായതോ അല്ലാത്ത ഏതുവിധ അനുസരണങ്ങളെയും ശരിയെന്ന് അംഗീകരിക്കുന്നതിന് നിഷേധിക്കുക. കാരണം തൻ്റെ രാജ്യത്തിൻ്റെ ന്യായമായ ഏക ഉടമസ്ഥനും തൻ്റെ സൃഷ്ടികളുടെ ന്യായമായ ഏക വിധികർത്താവും അള്ളാഹു മാത്രമാകുന്നു. ഉടമസ്ഥതയ്ക്കും വിധികർത്തൃത്വത്തിനുമുള്ള അവകാശം വാസ്തവത്തിൽ അവനല്ലാതെ മറ്റാർക്കും സിദ്ധമല്ല തന്നെ. ഭരണഘടന ഗണ്ണിക 3:1 മുതൽ 5 വരെ. ഇത് അംഗീകരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വം നൽകുക. ഇത് അംഗീകരിക്കും എന്ന് സ്വയം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അവർ ഇതനുസരിച്ച് ജീവിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി അംഗത്വം നൽകുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരാളിൽ എങ്ങനെയാണ് ഇസ്തിഗാസ ഉണ്ടാവുക, എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവുക, എങ്ങനെയാണ് ഖുറാഫാത്തുകളും ബിദഅത്തുകളും ഉണ്ടാവുക? ഇത്തരക്കാരായ ആളുകൾക്ക് മാത്രമേ ജമാഅത്ത് ഇസ്ലാമിൽ അംഗത്വം നൽകുകയുള്ളൂ. അതുകൊണ്ട് ബറേവിൽക്ക് അംഗത്വം നൽകാമെന്ന് പറഞ്ഞ വാചകത്തെ എടുത്ത് ജമാഅത്തെ ഇസ്ലാമിൽ ഏത് അന്ധവിശ്വാസിക്കും അംഗത്വം നൽകാമെന്നതാണ് ജമാഅത്ത് നിലപാട് എന്ന ആരോപണം വ്യാജമാണ്. ജമാഅത്ത് ഇസ്ലാമി അംഗമാകണമെങ്കിൽ എൻ്റെ ഭരണഘടന അംഗീകരിക്കണം. ഭരണഘടനയിൽ എന്താണ് ഇസ്ലാമിൻ്റെ ആദർശമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെയാണ് വിശദീകരിച്ചത്. ഇത് അംഗീകരിക്കുന്ന ഒരാളിൽ അന്ധവിശ്വാസത്തിന് നേരിയൊരു അംശം പോലും ഉണ്ടാവുകയില്ല എന്നല്ലേ ശരി? എന്നിട്ടും എൻ്റെ മുജാഹിദ് സഹോദരന്മാർ സുഹൃത്തുക്കൾ നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിൽ ഖബറാരാധകർക്ക് പ്രവേശിക്കാം, ജമാഅത്തെ ഇസ്ലാമിൽ ഇസ്തിഗാസ ചെയ്യുന്നവർക്ക് പ്രവേശിക്കാം എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ജമാഅത്തിനെ കുറിച്ച് പ്രചരിപ്പിച്ച് നടത്തുന്നത് വ്യാജമല്ലേ? എന്തിനാണ് സഹോദരന്മാരെ ഒരു സംഘടനയോട് വിരോധമുണ്ടെങ്കിലും ആ സംഘടനയ്ക്ക് ഇടമേൽ തെറ്റായ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ഇത്തരം അബദ്ധമായ ധാരണകൾ തിരുത്താതിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമല്ലേ? എൻ്റെ മുജാഹിദ് സഹോദരന്മാർ ഇക്കാര്യം ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിധം തന്നെ ഉന്നയിക്കപ്പെടുന്ന മറ്റ് ആരോപണങ്ങളിൽ ഒന്നാണ് മൗദൂദ് സാഹിബിൻ്റെ ഖബറിനെ കുറിച്ച്. മൗദൂദ് സാഹിബിൻ്റെ ഖബർ കെട്ടിപ്പൊക്കിയെന്നും അവിടെ ചന്ദനത്തിരി കത്തിവെച്ച് വെക്കാറുണ്ട് എന്നും അതുപോലെ അവിടെ എല്ലാ ദിവസവും പുഷ്പം കൊണ്ടുപോയി വെക്കാറുണ്ട് എന്നും പുഷ്പാർച്ചന നടത്താറുണ്ട് എന്നുമൊക്കെ കേരളത്തിലെ എൻ്റെ ചില മുജാഹിദ് സുഹൃത്തുക്കൾ എഴുതുകയും പ്രസംഗിച്ച് നടക്കുകയും ചെയ്തു. കേരളീയരായ പല ആളുകളും സയ്യിദ് അബ്ദുൽ മൗദൂദിയുടെ ഖബറിടത്തിൽ പോയവരാണ്. അവർ അവിടെ സന്ദർശിച്ചവരാണ്. അവിടെ യഥാർത്ഥത്തിൽ മക്ബറയില്ല, അവിടെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്ന ഏർപ്പാടില്ല, ആ ഖബറിൽ പ്രത്യേകം കെട്ടിപ്പൊക്കിയിട്ടില്ല. അതുപോലെ തന്നെ ആ ഖബറിൽ ഒരിക്കലും പുഷ്പാർച്ചന നടത്താറില്ല, അവിടെ നേർച്ചയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ നിർവഹിക്കാറില്ല എന്നതാണ് വസ്തുത. ധാരാളമായി സന്ദർശകരുണ്ടാവാറുണ്ട്. അത് പലരുടെയും ഖബറുകൾ സന്ദർശിക്കുന്നവരെ സന്ദർശിക്കാറുണ്ട്. പക്ഷേ മൗദൂദ് സാഹിബോട് പ്രാർത്ഥിക്കുന്ന ഒരാളും അവിടെ വരാറില്ല. മൗദൂദ് സാഹിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലാതെ മൗദൂദ് സാഹിബിനോട് പ്രാർത്ഥിക്കുന്ന ആരും അവിടെ വരാറില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വ്യാജമായ ഇത്തരം ആരോപണങ്ങൾ നടത്തിയാണ്. ഇത്തരം ആരോപണങ്ങൾ കേരളത്തിൽ വളരെ വ്യാപകമായി നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് ചില വിദ്യാർത്ഥികൾ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ യഥാർത്ഥത്തിൽ അവിടെ സന്ദർശിക്കുകയുണ്ടായി.
അവർ ഇത് ഈ പ്രചാരണം വ്യാജമാണെന്ന് ബോധ്യമാവുകയും അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും ഇതേ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ തന്നെ എത്ര ക്രൂരമായ കാര്യമാണ്.